ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് സ്കിൻ ഗ്ലോയിങ് ചലഞ്ചിന്റെ. നമ്മുടെ ഫസ്റ്റ് ഫേസ് പാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഓട്സിന്റെ ഒരു ഫേസ് പാക്ക് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഇത്. എല്ലാവർക്കും അറിയാം, ഓട്സ് നമ്മുടെ സ്കിന്നിന് ഗ്ലോ ചെയ്യാനും ടാൻ മാറാനും ബ്രൈറ്റൻ ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണെന്ന്. അപ്പം ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഓട്സ്. ഇത് ഞാൻ പൗഡറാക്കി എടുത്തിരിക്കുകയാണ്. ഓട്സ് ഏത് ഓട്സ് ആയാലും മതിയാകും. അത് ജസ്റ്റ് ഒന്ന് പൗഡറാക്കി എടുക്കുക. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് നമ്മുടെ ബദാമാണ്. ബദാം ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ഞാൻ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അടുത്തത് വന്നിട്ട് മിൽക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നതൊന്ന് കാണിച്ചു തരാം. ഞാൻ ബദാം അരച്ചിടുന്നുണ്ട്. അതിനുശേഷം മിൽക്കാണ് എടുക്കുന്നത്. മിൽക്ക് ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നമ്മൾ എടുത്തിട്ടുള്ള മിക്സിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫേസൊക്കെ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മൾ പാക്ക് ഫേസിൽ ഇട്ട് കൊടുക്കാം. എല്ലാവരും അലർജി എന്തെങ്കിലും പ്രോഡക്റ്റ് അലർജി ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം മിൽക്ക് ആഡ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് റോസ് വാട്ടർ ആഡ് ചെയ്ത് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഈ ഗ്ലോയിങ് ചലഞ്ച് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരുപാട് വെയിലത്തൊന്നും ഇറങ്ങരുത് എന്നല്ല, ഇറങ്ങുന്നവർ സൺസ്ക്രീം ഒക്കെ അപ്ലൈ ചെയ്തിട്ട് വേണം ഇറങ്ങാൻ. സൺസ്ക്രീം ഒരിക്കലും മിസ് ചെയ്ത് കളയരുത്. നന്നായിട്ട് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 50 മിനിറ്റ് വെച്ചിട്ട് വേണം വാഷ് ചെയ്യാൻ. നമ്മുടെ ഫേസ് പാക്ക് എല്ലാം 50 മിനിറ്റ് വെച്ചിട്ട് വേണം വാഷ് ചെയ്യാൻ. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട്, ഒരുപാട് ഡ്രൈ ആകുന്നിടം വരെ വെച്ചിട്ട് ഇരിക്കരുത്. ജസ്റ്റ് ഡ്രൈ ആയി വരുന്ന ആ ഒരു ടൈമിൽ വാഷ് ചെയ്ത് മാറ്റണം. അമ്മയുടെ സൗണ്ടാ കേൾക്കുന്ന. സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. കുഞ്ഞിനെ വിളിച്ചോണ്ടിരിക്കുക. അവള് കുളിക്കാനായിട്ട് ഭയങ്കര മടിയാ. അപ്പൊ അവളെ വിളിക്കുന്നതിന്റെ സൗണ്ടാ കേൾക്കുന്നത്. എല്ലാരും ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് ആ ഒരു ടൈമിൽ ഡ്രൈ ആയി വരുന്ന ആ ഒരു സമയത്ത് സ്കിന്നിട്ട് ഒരുപാട് വലിക്കാനോ ചിരിച്ചിട്ട് സ്കിന്ന് ചുളുവൊന്നും വരുത്തൊന്നും ചെയ്യരുത്. കാരണം നമുക്ക് സ്കിന്നിൽ ആ ഒരു പാടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് 50 മിനിറ്റിന് ശേഷം വാഷ് ചെയ്തിട്ട് കാണാം. എല്ലാവരും നെക്കിലും ചെവിയിലും ഒക്കെ അപ്ലൈ ചെയ്യണം. നെക്കിൽ അപ്ലൈ ചെയ്ത് ഞാൻ കാണിക്കാം. ഓട്സ് ആയതുകൊണ്ട് ചെറിയൊരു ആ ഓട്സിനുള്ള ആ ഒരു ഗ്ലിഗിൾ എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് നമുക്ക് ഇങ്ങനെ പുരട്ടുമ്പം കയ്യിൽ ഇങ്ങനെ ഒട്ടി ഇങ്ങനെ വരും കേട്ടോ. 7 ഡേയ്സ് കഴിയുമ്പോൾ എല്ലാവരും എന്നെ റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നോട് പറയണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മിസ്സാക്കരുത് ഒരു ദിവസം പോലും. അപ്പം നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം. അപ്പം നമ്മൾ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ഡിഫറൻസ് ഉണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മുടെ ചലഞ്ച് ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പാർട്ട് 1 ചലഞ്ചിന്റെ പാർട്ട് 1 കാണുക. അതിനുശേഷം ഈ വീഡിയോ കണ്ട് ട്രൈ ചെയ്യുക. അപ്പം ആദ്യം ആ ഫേസ് പാക്ക് ട്രൈ ചെയ്തിട്ട് വേണം ഇത് ട്രൈ ചെയ്യാനായിട്ട്. നൈനൂസ് ഇവിടെ വന്നിരുന്ന് ചിപ്സ് ഒക്കെ കഴിച്ചോണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ ഈ എന്താ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ച് വാച്ച് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, കിസ് യു.